ബി.ജെ.പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. തട്ടിപ്പിൽ 56 കേസുകളാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. എല്ലാ കേസുകളിലും ബി.ജെ.പി മുൻ സംസ്ഥാന വക്താവ് MS കുമാറാണ് ഒന്നാം പ്രതി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ, ഈ MS കുമാർ നടത്തിയ വൻ തിരിമറികൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറാൻ പോവുകയാണ്. നിലവിൽ ഫോർട്ട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഫോർട്ട് പോലീസിൽ 56 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആ 56 കേസുകളിലായി 4.5 കോടിയിലധികം രൂപയുടെ ക്രമക്കേടാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പരാതിക്കാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ പരാതിക്കാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ 5 കോടിക്ക് മുകളിൽ ക്രമക്കേടുള്ള ഒരു തട്ടിപ്പ് കേസ് അല്ലെങ്കിൽ ഒരു അഴിമതി കേസാണെങ്കിൽ ആ കേസ് സ്വാഭാവികമായി ക്രൈംബ്രാഞ്ചിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇനി ഒരു 10 കേസിൽ അകത്ത് കൂടി രജിസ്റ്റർ ചെയ്താൽ തന്നെ കേസുകളിൽ നിന്നും തിരികെ ലഭിക്കേണ്ട അല്ലെങ്കിൽ ക്രമക്കേട് സംബന്ധിച്ച പരാതികളുടെ എണ്ണം 60 മുകളിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട തുക 5 കോടിക്ക് മുകളിലാവുകയും ചെയ്യും. സ്വാഭാവികമായി 5 കോടിക്ക് മുകളിലായി കഴിഞ്ഞാൽ അത് ക്രൈംബ്രാഞ്ചിലേക്കാണ് കേസ് പോകുന്നത്. നിലവിൽ 56 കേസാണ് ഇന്നലെ വരെ ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർ പരാതിയുമായി കഴിഞ്ഞ ദിവസങ്ങളിലും രംഗത്തെത്തി. അവരുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും MS കുമാർ തന്നെയാണ് ഈ എല്ലാ കേസിലും പ്രധാന പ്രതി. MS കുമാറിനെ കൂടാതെ ബാങ്ക് സെക്രട്ടറി, ഒപ്പം ബാങ്കിലെ ഭരണസമിതി അംഗങ്ങൾ എന്നിവരും കേസിലെ പ്രതിയാണ്. നേരത്തെ തന്നെ റിപ്പോർട്ടർ TV ഈ തിരുവിതാംകൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട 65 എൻക്വയറി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ ഏകദേശം 32 കോടിയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം 10 കോടിയോളം രൂപ കാണാനില്ല എന്നുള്ളൊരു കണ്ടെത്തലും ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഈ 32 കോടി രൂപ, അതായത് ബാങ്കിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്ന, ബാങ്കിൻ്റെ മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്ന 32 കോടി രൂപ MS കുമാറിൽ നിന്നും അന്നത്തെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ബാങ്ക് സെക്രട്ടറിയിൽ നിന്നും ഈടാക്കണമെന്നായിരുന്നു ശുപാർശ നൽകിയിരുന്നത്. അതിൽ തന്നെ ഏകദേശം 19 കോടിയിലധികം രൂപ ഈ വായ്പകൾ നൽകിയതിലെ ക്രമക്കേടാണ്. അതായത് ഇഷ്ടക്കാർക്ക് തോന്നിയതുപോലെ വായ്പ നൽകി മതിയായ രേഖകളില്ലാതെ പരസ്പരം ജാമ്യം നിന്നും ചെക്ക് വാങ്ങിയുമായിരുന്നു ഇത്തരം ലോണുകൾ നൽകിയത്. അതുകൂടാതെ 4 കോടിയിലധികം രൂപ തോന്നും പോലെ കളക്ഷൻ ഏജന്റുമാരെ നിയമിക്കുകയും അവർക്ക് കമ്മീഷൻ നൽകിയതിലൂടെയും നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തിയിരുന്നത്. 6 കോടിയോളം രൂപ ബിസിനസ് വായ്പകൾ, ബിസിനസ് ഇല്ലാത്തവരെ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നു എന്നുള്ള രേഖകൾ പോലും വാങ്ങാതെ ബിസിനസ് വായ്പകൾ നൽകി നഷ്ടമുണ്ടാക്കി. ഈ രീതിയിൽ വിവിധ രീതിയിലുള്ള നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഓരോ ഭരണസമിതി അംഗങ്ങൾക്കും, ഓരോ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന MS കുമാറിനും അടക്കം ഈ ലോണുകൾ നൽകിയതിൽ ഏതെല്ലാം രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് കണ്ടെത്താനുള്ള 65 എൻക്വയറി നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഹകരണ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.